കുറേ കള്ളന്മാരുണ്ടോ അൽമാറ പൊളിച്ചിട്ട് സാധനങ്ങൾ ഇത്രയും മണ്ണാണേ. കട്ടലിനടുക്കും ആയിട്ടുള്ള മണ്ണാണ്. ചൂരൽമല ദുരന്തം നടന്ന് ഇന്നേക്ക് 2 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 വർഷം മുന്നത്തെ ആ ചൂരൽമലയുടെ ആ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കി ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, വലിയൊരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലമൊക്കെ പോയി ഇപ്പോൾ ഉണ്ടോ, വെറും ഒരു തറ മാത്രമേ ഉള്ളൂ. സ്കൂളിൻ്റെയൊക്കെ അവസ്ഥ നോക്കി. സ്കൂള് ആ കാണുന്നിടത്തുനിന്നാണ് വന്നത്, ഉരുൾപൊട്ടി വന്നത്. എന്താ വെച്ചാൽ ഈ ഭാഗത്തുള്ള കടകൾക്കൊന്നും വല്ലാതെ പറ്റില്ല. എന്താ വെച്ചാൽ ഈ സ്കൂളുണ്ടായതുകൊണ്ട് അങ്ങോട്ട് വല്ലാതെ പറ്റിയിട്ടില്ല. അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതൊക്കെ കണ്ടോ, ഈ വീടുകളൊക്കെ പോയിട്ടുണ്ട്. ഈ ആദ്യം കല്ലുകളൊക്കെ ഇതിൽ നിന്ന് വന്നു കേട്ടോ. വീടൊക്കെ കണ്ടോ, ഒരുപാട് ആഗ്രഹങ്ങളോട് കെട്ടിപ്പടുക്കിയതായിരിക്കും. സ്കൂളിലൊക്കെ അപ്പോൾ എന്തായാലും വയനാട് വരുമ്പോഴത്തേക്ക് കാണണം. ഭയങ്കര സങ്കടം. എത്ര ആളുകളില്ലേ രാത്രി ഉറങ്ങുമ്പോൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ നേരം വിളിക്കുമ്പോൾ ഇങ്ങനെ ഇതാവുന്നു. ഓരോരോ പാറടൊക്കെ വലിപ്പം നോക്കി. അത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്നുള്ളൂ. എന്താ പാസിലാണ് അതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? അതെ, ഇവിടുന്നാണ് ഒഴുകി വന്നിരിക്കുന്നുണ്ടോ. ഈ ഒഴിഞ്ഞ ഭാഗത്ത് ഒഴുകിയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ടോ. ഉരുൾപൊട്ടിയെന്ന് പറയുന്നതില് പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം മേഘവിസ്ഫോടനം ഉണ്ടായെന്നാണ് പലരും പറഞ്ഞത്. മേഘവിസ്ഫോടനം പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ അതിന്റെ ആ ഒരു ആഘാതമാണ്. അരുവി തന്നെയാണ് അല്ലേ. ഇപ്പം അരുവിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കണം. എന്താ അല്ലേ, കാണാൻ തന്നെ വയ്യ. എത്ര ലോഡ് കല്ല. ഈ വലിയ പാറകളൊക്കെ, ഈ പാറകളൊക്കെ വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ വീട് നോക്കും. ഇപ്പൊ എത്ര ആള് മരണപ്പെട്ടു? ഇവിടെ 1000-ന് മേലെ ആൾക്കാർ മരണപ്പെട്ടു. അതില് ഇനി ഒരുപാട് 100-ന്റെ മേലോട്ട് ആൾക്കാർ ഇനി കിട്ടാണ്ട്, കിട്ടാണ്ട്. ബാക്കിയൊക്കെ ആൾക്കാരെ കിട്ടി. പുത്തുമല എന്നുള്ള സ്ഥലത്താണ് അവർ മറിയുന്നത്. അല്ല, എത്ര ഇപ്പൊ ഗവൺമെന്റ് എത്ര വീട് വെച്ചിട്ടുണ്ട്? 450 വീടുണ്ട്. മുസ്ലിം ലീഗ് 105 വീട്. 55 വീടും ഇപ്പൊ വീടിരിക്കൽ കഴിഞ്ഞു. ബാക്കി പടത്തന്നെ കൊടുക്കും. മുസ്ലിം ലീഗിന്റെ 3 ബെഡ്റൂമും അല്ലെ, 3 ബെഡ്റൂം, ഹാള്, 2 കിച്ചൺ ഉണ്ട്, ഫുൾ ഫർണിഷിംഗ് ഉള്ള വീട്. ഗവൺമെന്റിന് വരുന്നത് 2 ബെഡ്റൂം, ഹാള്, 2 കിച്ചണ്, ഒരു സിറ്റ് ഔട്ട്. അങ്ങനെ അതൊരു ടൗൺഷിപ്പ് ആണ്. എന്ന് വെച്ചാല് കൽപ്പറ്റ ടൗണിലാണ് സർക്കാർ കൊടുത്ത വീട്. സെന്റിന് ഒരു 10-15 ലക്ഷം റേറ്റ് ഒക്കെ വരും. സ്ഥലത്താണ് കൊടുത്തത്. മറ്റേ ലീഗ് കൊടുത്തത് ഇവിടെ മുട്ടിൽ വരെ സ്ഥലം. കണ്ടമാനം ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ജനങ്ങൾ കണ്ടമാനം കാണാൻ വരുന്നുണ്ട് ഈ ഉരുൾപൊട്ടിയത്. വീടുകൾക്ക് അവസ്ഥ, ജനലൊക്കെ കണ്ടോ. ഇവിടൊക്കെ വീടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ വീടൊക്കെ പോയി. ഇതിലൊക്കെ വീടുകളുണ്ടോ. ആ വീടൊക്കെ പോയിക്കണം, കടകളും വീടും. ഇതൊരു വീടിൻ്റെ മുകളിലത്തെ നിലയാണ്. ഇതിൻ്റെ അടിയിലൊരു വീട് ഒക്കെ പോയിക്കണം ഉണ്ടോ. കണ്ടോ വീടിൻ്റെ ഉള്ളിൽ ചളി മണ്ണൊക്കെ കണ്ടോ. വീടിൻ്റെ ഉള്ളിലോക്കി എന്താല്ലേ വീടിൻ്റെ അവസ്ഥ. സോഫയും കോണിയും കമ്പിയും മരമൊക്കെ വന്ന് കിടക്കണുണ്ടോ. എന്താല്ലേ നോക്കി വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. കർട്ടനൊക്കെ കണ്ടോ. ഇത്രയും മണ്ണാണേ. കട്ടലിനടുക്കും ആയിട്ടില്ല മണ്ണാണ് കിടക്കണം. ട്രോഫി ഇതാ കട്ടിലൊക്കെ കണ്ടോ പൊന്തി കിടക്കണ ഫുള്ള്. ഇത് റാക്കാണേ കണ്ടോ. ഇത്രയും ഇതൊക്കെ ഓരോ റൂമാണേ. സൺസൈഡ് വരെയാണേ. ഇത് കൂണിൻ്റെയൊക്കെ സ്റ്റെയർ കേസിനൊക്കെ കണ്ടോ. കൂണിൻ്റെയൊക്കെ അവസ്ഥ. മോൾക്ക് മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ.
മുകളിൽ മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടോ. ഇവിടെ മേലെ കയറുന്നവരൊക്കെ കുറേ രക്ഷപ്പെട്ടിരുന്നു. ആ വീട് അതുമാതിരി ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ അവസ്ഥയും കണ്ടോ. അതൊക്കെ നമ്മളിങ്ങനെ ടി വിയിൽ കാണാൻ നല്ലതേ, നേരിട്ട് വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ മനസ്സിലായത്. എന്താല്ലേ, ഓഫ് ചളി ഇതുവരെ വെള്ളം നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, ചളി വെള്ളം. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഫ്രണ്ട് ഇതാ സിറ്റ് ഔട്ടൊക്കെ ഇവിടെയാണ്. അതിൻ്റെ സിറ്റ് ഔട്ട്, കിണർ അതിൻ്റെ ഫ്രണ്ട്. ഇത് ഈ വീടൊക്കെ പോയിക്കണം, മരങ്ങളൊക്കെ വന്ന് ഇറക്കണുണ്ടോ. പക്ഷേ എന്താ അതിൻ്റെ അവസ്ഥ അല്ലേ. ജെല്ലൊക്കെ പോയിക്കണം. ടീ ബാഗ് മോൾക്ക് കയറിയൊക്കെ രക്ഷപ്പെട്ടുണ്ടാവും കേട്ടോ. മുകളിൽ കട്ടിലും ഇതൊക്കെ മുകളിലൊക്കെ ഉണ്ടോ. തുണിയും ഡ്രസ്സും മറ്റും മറിച്ചും ഒക്കെ ആയിട്ട് ഉണ്ടോ. ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിക്കണുണ്ടോ. എന്താ മോളിക്കുണ്ടോ. പണി കൂടി കഴിഞ്ഞിട്ടില്ല. പാവങ്ങൾക്ക് നേരം പോലെ താമസിക്കാൻ പറ്റിയില്ല. വണ്ണ ഇതടുത്ത വീട്. കാറ്റും ഷീറ്റൊക്കെ കണ്ടോ. ഓരോരോ വീടിൻ്റെ അവസ്ഥ കണ്ടോ. വീടിൻ്റെ അവസ്ഥക്ക് ഉള്ളിലേക്ക് കയറാൻ പേടിയാകാം. ഇതിൻ്റെയൊക്കെ ഒന്ന് അവസ്ഥ നോക്കി. ബെഡ്, സ്കൂൾ ബാഗ്, ഡയറി. അയ്യോ പേടിയാ കയറുമ്പോൾ തന്നെ. ഓഫ് ആകെ നാശമായിട്ടായിട്ട് കിടക്കണം. റൂംസ്, ബെഡുകളൊക്കെ കണ്ടോ, അൽമാറി. അത് അങ്ങനെ പോയി. അതിൻ്റെ പുറമെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ പോയതുകൊണ്ടാണ് ഈ വീടൊക്കെ പോയിക്കണുണ്ടോ. ഇതൊക്കെ പറ്റ പോയിക്കണം ഈ വീടൊക്കെ ഉണ്ടോ. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇത് വീടിൻ്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒന്ന് ഇറങ്ങി പോയിട്ടാണ് ഉണ്ടോ അവിടുന്ന് വളഞ്ഞ് തിരിഞ്ഞ് പോണ്. ഇങ്ങനെ ഷോർട്ട് കട്ടായിട്ട് ഇങ്ങനെ കയറിക്കണം. വീടുകളൊക്കെ ഫുള്ള്. എന്തൊക്കെ കാണുമ്പോൾ എന്തൊക്കെ പഠിക്കാനുള്ളത്. അതെ, ജീവിതം പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മൾ ആർഭാടങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഒറ്റ ദിവസം കൊണ്ട് ഉറങ്ങുമ്പോ ആരെങ്കിലും വിചാരിച്ചല്ലേ. ആരെങ്കിലും വിചാരിച്ചു പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവില്ലേ. നല്ല മഴ വരുന്നുണ്ടെന്ന്, എന്താണ് നമുക്ക് പേടിയാവേണ്ടെന്നൊക്കെ അവര് പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും. പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഇതൊരു ചെറിയൊരു ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളൂ. അതാണ് നമുക്കിത് മനസ്സിലാക്കി തരുന്നത്. ലോകം മൊത്തം ഇടിഞ്ഞു പോയാലുള്ള അവസ്ഥ. അതെ, അത്രേ ഉള്ളൂ. ഇനിയും അങ്ങനെ കുറേ വീടുകളുണ്ടോ. ഈ വീട് കാണിച്ചു തരാം. അല്ലെ വീടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക്. അയ്യോ, കാരണം ഇത് ഒരുപാട് ആൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടൊക്കെയാണ്. ഇത് നിങ്ങളിത് റീച്ചിട്ടാണല്ലോ ഞങ്ങളുടെ സന്തോഷം കൊണ്ടോ ഒന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ആദ്യം എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ മൂന്നാമത്തെ വട്ടം വരുന്നത്. അന്നൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യില്ല, കാരണം കാണാൻ വയ്യായിട്ട്. ഈ വീടൊക്കെ കണ്ടോ, ഒക്കെ പൊളിഞ്ഞു. ആ വീടൊക്കെ കണ്ടോ, ഒരു നില അടിയിലാണ്. പിന്നെ ഈ വീട് വലിയ 2 നില വീട്. സോഫയൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിലും പോയേക്കാം. കാണുമ്പോൾ പേടിയാക്കാം. കാരണം എന്താ വെച്ചാൽ മോൾക്ക് പ്രശ്നമല്ല കൊണ്ടാണ്. അകത്തൊക്കെ ചളിയും വീളിയും കണ്ടോ. വാഷ് സ്പേസൊക്കെ നോക്കി ഈ ഹൈറ്റിൽ വെള്ളം നിന്നാണുണ്ടോ. കട്ടിലൊക്കെ ബെഡൊക്കെ നോക്കി. അൽമാറ. ഇതിന് കുറേ കള്ളന്മാരുണ്ടോ. അൽമാറ പൊളിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. കുറേ നല്ല ആൾക്കാരുണ്ട് രക്ഷപ്പെടുത്തി ഒക്കെ. ഇതിൽ എല്ലാവരും നല്ലതും ചീത്ത കൊണ്ടല്ലോ. അതൊക്കെ നോക്കി. ഹോ, അന്ന് തിന്നാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഈ കാണണമൊക്കെ പാത്രങ്ങളിലുണ്ടോ ഓരോ സാധനങ്ങളൊക്കെ. തിന്നാനുള്ള യോഗം ഉണ്ടായില്ല. ഇതുണ്ടോ, ഇത് കിച്ചൺ കേട്ടോ. കിച്ചണിൽ നിന്ന് തലമുട്ടും അത്ര ആയിട്ടില്ല ഇത്. ഇവിടെ ഓൾറെഡി ആദ്യം ഉള്ളായിരുന്നു. ഈ കൂടെ ചെറുന്നനെ ഓടിയെന്നാണ്. അത് വലുതായി ഇങ്ങനെ വളഞ്ഞ് ഉണ്ടോ. അങ്ങനെ വളഞ്ഞിങ്ങനെ പോയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ടുള്ള വീടുകളൊക്കെ രക്ഷപ്പെട്ടു. ഇതാ സംഭവം. ഇവിടെയൊക്കെ വീടുകളുണ്ടാവും കേട്ടോ. ഇതാ ആ വീടുകളൊക്കെ നിരത്തി ഒക്കെ ബോഡി തരുന്നതിൻ്റെ അവസാനം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഞാൻ വീഡിയോ ചെയ്യില്ല വിചാരിച്ചു. ഞാൻ 4-ാമത്തെ വട്ടം വരുന്നത്. 3-4. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു.
അപ്പോൾ ഓക്കെ.